കുട്ടിക്കാലത്തെ വേനലവധി ഓർമ്മകളിലേക്ക് മലയാളിയെ കൈപ്പിടിച്ച് നടത്തുന്ന മാങ്ങാത്തരയുടെ മധുരവുമായി തൃത്താല സരസ് മേളയിൽ ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരം മാറനല്ലൂർ CDSൽ നിന്നുള്ള അന്നപൂർണ യൂണിറ്റ്. പാരമ്പര്യ തനിമ ചോരാതെ തയ്യാറാക്കുന്ന മാങ്ങാത്തര തേടി നിരവധി പേരാണ് മേളയിലെ 225 നമ്പർ സ്റ്റാളിലേക്ക് എത്തുന്നത്. മാമ്പഴക്കാലത്ത് ശേഖരിക്കുന്ന പഴുത്ത മാങ്ങയുടെ പൾപ്പെടുത്ത് പനം കരിപ്പെട്ടി ചേർത്ത് പായയിൽ തേച്ചു പിടിപ്പിച്ചാണ് മാങ്ങാത്തര തയ്യാറാക്കുന്നത്. ഒരു പാളി ഉണങ്ങിക്കഴിയുമ്പോൾ അതിനു മുകളിൽ അടുത്ത പാളി തേക്കും. ഇങ്ങനെ ഏകദേശം 20 ദിവസത്തോളം നീളുന്ന അധ്വാനത്തിനൊടുവിലാണ് സ്വാദിഷ്ടമായ മാങ്ങാത്തര വിപണിയിലേക്ക് എത്തുന്നത്. കൃത്രിമ ചേരുവകൾ ഇല്ലാത്തതിനാൽ ഏറെക്കാലം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം. 120 രൂപയാണ് ഒരു ബോക്സ് മാങ്ങാത്തരയുടെ വില. സംരംഭകയായ രാധികയുടെ നേതൃത്വത്തിലുള്ള അന്നപൂർണ യൂണിറ്റ് 10 വർഷം മുമ്പാണ് കുടുംബശ്രീയുടെയും വനിതാ വികസന കോർപ്പറേഷന്റെയും സഹകരണത്തോടെ പ്രവർത്തനം ആരംഭിച്ചത്. 5 സഹായികളും രാധികയ്ക്കൊപ്പമുണ്ട്. കേരളത്തിന് പുറത്തുള്ള സരസ് മേളകളിലും ഇവർ സ്ഥിരം സാന്നിധ്യമാണ്. മാങ്ങാത്തരയ്ക്ക് പുറമെ കേരള ചിപ്സ്, ഹൽവ എന്നിവയ്ക്കും ഉത്തരേന്ത്യയിൽ വലിയ ആവശ്യക്കാരാണുള്ളതെന്നും രാധിക പറയുന്നു. ഒപ്പം അരിപ്പൊടിയും കപ്പയുടെ പാലും ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി, സവാള, മുളക് തുടങ്ങിയ പച്ചക്കറികൾ ചേർത്ത് തയ്യാറാക്കുന്ന വിവിധ പപ്പടങ്ങളും സ്റ്റാളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 8ാം തവണയാണ് ഈ യൂണിറ്റ് സരസ് മേളയിൽ പങ്കെടുക്കുന്നത്. മേളകളിലെ വിൽപ്പനയ്ക്ക് പുറമെ ഹോൾസെയിലായും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കല്യാണങ്ങൾക്കും മറ്റും സ്പെഷ്യൽ ഓർഡറുകളും ലഭിക്കാറുണ്ട്. തൃത്താലയിലെ മേളയിൽ ലഭിക്കുന്ന മികച്ച പ്രതികരണത്തിന്റെ ആവശ്യത്തിലാണ് ഈ വനിതാ കൂട്ടായ്മ. നേമം ബ്ലോക്കിന് കീഴിലുള്ള വനിതകളുടെ ഒരു സംരംഭമാണ് സരസ് മേളയിൽ ഇവിടെ സ്റ്റാള് തുറന്നിട്ടുള്ളത്. മാമ്പഴത്തര അവരുടെ ഒരു നല്ല ഉൽപ്പന്നമാണ്. ശുദ്ധമായ രീതിയിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഉൽപ്പന്നം നമ്മളെല്ലാവരും ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്നു. ഇതിൻ്റെ നല്ല ഒറിജിനൽ സ്വാദാണ് ഇതിനുള്ളത്. വനിതകളുടെ ശുദ്ധമായ രീതിയിലാണ് അവരത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കരിപ്പെട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പനയോലയിൽ ഓരോ ലെയറായിട്ട് ഉണക്കിയെടുക്കുന്നതാണ്. അത് വെയിലിനനുസരിച്ചാണ് അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ തോതെന്ന് പറയുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് അധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വെയിലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്രയും നല്ല ഉണക്ക് വേണം അതിന് വേണ്ടിയിട്ട്.